ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് നാട്ടിലുള്ളതല്ല, ഞാൻ ഒമാനിലുള്ള സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ്. പക്ഷേ ഇതെനിക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ വ്ളോഗിൻ്റെ ഇടയിൽ പറയാം എന്നാ സ്പെഷ്യലെന്ന്. പിന്നെ ഇല്ലേ, ഇപ്പം ഞാൻ കപ്പയും ബീഫും ഉണ്ടാക്കില്ല, ഉച്ചക്കാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. കപ്പ, ഫ്രോസൺ കപ്പ വാങ്ങി വെച്ചിട്ട് തന്നെ കുറേ കാലം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരു 2-3 മാസമായി. ഈ ഫ്രോസൺ കപ്പയില്ല, ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ മുതൽ പിന്നെ ഫ്രോസണാണ് വാങ്ങലുള്ളൂ, സാധാരണ വാങ്ങലില്ല. കാരണം ഇതാകുമ്പോൾ ഒരിക്കലും വേവാണ്ട് വരുമൊന്നും ചെയ്യില്ല, എന്തായാലും വേവും. ചില കപ്പ വേവാണ്ടെല്ലാം പോലെ അങ്ങനെയൊന്നും ഉണ്ടാവലില്ല. ഇതില്ലേ, ഞാൻ ആദ്യം ബീഫ് കുക്കറിലിട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി, വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാട്ടോ. കുക്കറിൻ്റെ അടിയിൽ പിടിക്കുന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ അങ്ങ് വേവിക്കാൻ വെച്ചാൽ മതി. ഈ കപ്പയില്ലേ, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിൻ്റെ തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട്, വേണമെങ്കിൽ പീസാക്കിയാൽ മതി. ഞാൻ എന്തായാലും ഇത് ഉടച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ പാൽക്കപ്പയെല്ലാം പോലെ. അതുകൊണ്ട് പിന്നെ ഞാൻ കുഞ്ഞു പീസാക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയിട്ട് യൂസ് ആക്കുമ്പോൾ എൻ്റെ വ്യൂവേഴ്സ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഫ്രോസൺ കപ്പ വാങ്ങി തുടങ്ങിയേട്ടാ. പിന്നെ നോക്കുമ്പോൾ ഇതന്നെയാണ് നല്ലതെന്ന് തോന്നും. ഒരിക്കലും അങ്ങനെ വടക്കായി പോകില്ലല്ലോ. ചിലത് നമ്മൾ ഫ്രഷ് വാങ്ങിയാൽ എനിക്ക് ശരിയായിട്ട് കിട്ടലില്ല, ചിലത് ഭയങ്കര ഹാർഡായി പോവും, വേവാണ്ടെല്ലാം പോകലുണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിലില്ലേ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പ് ഇട്ടിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി പോയിനു, അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കുന്നത്. കപ്പ കുക്കറിൽ വേവിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കാം. പക്ഷേ കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് വേവിച്ചങ്ങ് വാർത്തെടുത്താലും കുഴപ്പമില്ലാന്നും കേട്ടിന്. അതിൻ്റെ ശരിക്കും ഇങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇന്നെന്തായാലും എനിക്ക് കുക്കറിൽ തന്നെ വെക്കണം. കാര്യം സമയമില്ലേനു, എന്താ പറയുക, ലേറ്റായിനു ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങാൻ. ഇനിയിപ്പോൾ കുറച്ച് എന്താ പറയുക, ബീഫ് ഒന്ന് ഫ്രൈ പോലെ ആക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ അല്ല റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടില്ലേ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഉണക്കമുളകില്ലേ, ഇതെല്ലാമാണ് വേണ്ട. ഈ ഉള്ളിയില്ലേ, ഞാൻ വാങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷേങ്കിൽ അപ്പോഴത്തേക്ക് മുള വന്ന്. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണെന്നൊന്നും അറിയില്ല, എന്ത് വാങ്ങിയാലും വേഗം മുളക്കുന്നത്. ഉരുളക്കിഴങ്ങൊന്നും മുളച്ചത് യൂസാക്കാനേ പാടില്ല എന്ന് പറയുന്നില്ലേ. മുള വന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഗ്രീൻ കളർ പോർഷനിൽ ടോക്സിക് കോമ്പൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ യൂസാക്കലില്ല കേട്ടോ. എനിക്ക് ആദ്യത്തെ അറിയില്ലേനു. മുള വന്ന ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ എടുത്തിട്ട് ഞാൻ കളയല. പക്ഷെ ഉള്ളി യൂസാക്കുന്നതിൽ പ്രശ്നമില്ല കേട്ടോ. മുള വന്നതോ കുറച്ച് മുളച്ച് പൊങ്ങി വന്നതോ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടെ നടക്കുന്ന എന്തിനാ അറിയാം, ഈ ചെറിയുള്ളി തോല കളയുമ്പോൾ ഭയങ്കരമായിട്ട് എരിയൂലേ, സാധാരണ ഉള്ളി പോലെ അല്ലല്ലോ. അന്നേരം എനിക്കിങ്ങനെ കണ്ണിൽ വെള്ളം വരുമ്പോൾ ഇല്ലേ, ഞാൻ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അന്നേരം ഇങ്ങനെ കണ്ണിൽ എയർ കയറുമ്പോൾ അതിൻ്റെ എരിവ് വേഗം പോവും. ഞാൻ എപ്പോഴും ഉള്ളി കട്ട് ചെയ്യുമ്പോൾ വല്ലാണ്ട് എരിയുന്നുണ്ടെങ്കിൽ ചില ഉള്ളിയും വല്ലാണ്ട് എരിയൂലേ, അന്നേരം ഞാൻ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നടന്നാൽ പിന്നെ എരിവ് വേഗം പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. പിന്നെ ഈ അടുത്ത് വെള്ളമെല്ലാം വെച്ചാൽ എരിയില്ലെന്ന് പറയുന്നില്ലേ, ഞങ്ങൾക്ക് അതൊന്നും വർക്കാവില്ലേ. പിന്നെ ഇതിപ്പില്ലേ, ഞാൻ ഇഞ്ചിയെല്ലാം കുറച്ച് വലിയ പീസ് എടുത്തേ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് 3 കൂടി ചതച്ചിട്ടാണ് എടുക്കുന്നത്. മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ബീഫിൻ്റെ ഒക്കെ ചെറിയ പീസ് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചതക്കുക. അതല്ല മിക്സിയിൽ ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ, നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുറച്ചധികം തന്നെ വേണം. എന്നിട്ട് ഇതിലേക്ക് ഉണക്കമുളകാണ് വേണ്ടത്. ഉണക്കമുളക് എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ലേ, 2 അങ്ങ് മാറ്റി വെച്ചിന്. നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലിയല്ല, സാധാരണ എരിവുള്ള ഉണക്കമുളക് എടുത്തത്. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഒഴിച്ചേരം കുറച്ചങ്ങ് കൂടിപ്പോയി, നമ്മൾ വെളിച്ചെണ്ണയെല്ലാം മെൽട്ടാവാൻ തുടങ്ങിയിട്ടാ, കുറച്ചൊന്ന് തണുപ്പ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് ചെറിയുള്ളി ഇടുക, എന്നിട്ടൊന്ന് വാട്ടാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി.
ഇതിൽ വല്ലാണ്ടങ്ങ് വാടി ഉടയൊന്നും വേണ്ട. കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് മെല്ലെ ഒന്ന് കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നമുളകും ഇടുക. എന്നിട്ട് പിന്നെ വേണ്ട കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂണെല്ലാം മതി. എന്നിട്ട് ഒന്ന് ക്രഷാക്കിയിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ എല്ലാം ഇട്ടാൽ മതി. പൊടി ഉണ്ടെങ്കിൽ പൊടിയായാലും ഇടാം. എന്നിട്ട് ഒന്ന് വാട്ടാം. പിന്നെ തേങ്ങ വേണം. തേങ്ങ ഒരു 2 പിടി തേങ്ങ ഇട്ടാൽ മതി. ഞാൻ വീഡിയോയിലിടുന്ന കാണുന്നില്ലേ ക്വാണ്ടിറ്റി, കുറേ കൂടുതലൊന്നും വേണ്ട. തേങ്ങ കൊത്തുണ്ടെങ്കിൽ തേങ്ങ കൊത്തിടാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരകിയ തേങ്ങ ഇട്ടേ. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി. ഞാൻ ബീഫ് വേവിക്കുമ്പം ഇത് രണ്ടും ഇട്ടിന് ഓരോരോ ടീസ്പൂൺ വെച്ചിട്ടിട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കുക, തീ കുറച്ച് വെച്ചിട്ട്. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇടുക. ബീഫ് നല്ലോണം വേവിക്കണേ. ഇപ്പോൾ ഇതെല്ലാം മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളെ ബീഫ് റോസ്റ്റ് റെഡിയായി. ഇത് നല്ല സിമ്പിളാണ്, നല്ല ഫ്ലേവറും നല്ല എരിവും എല്ലാം ഉള്ള ബീഫ് റോസ്റ്റാണ്. തേങ്ങ കൊത്ത് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്തന്നെ ഇടണം. കൊത്തില്ലാത്തവർ ചിരക്കിയ തേങ്ങ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കുക. എൻ്റെ കയ്യിൽ ഇല്ലേനു, ഞാൻ മുഴുവൻ തേങ്ങ വാങ്ങൽ കുറവാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതിൽ മല്ലിയില ഇടണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ കിട്ടും, പക്ഷെങ്കിൽ ഇതൊരു നാടൻ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അതിലേക്ക് കറിവേപ്പിലായിരിക്കും നല്ല. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റ് റെഡിയായി. അടിപൊളിയാണ്. ഇത് ചപ്പാത്തിക്കും എല്ലാത്തിനും അടിപൊളിയായിട്ട് പോകും. പിന്നെ ഞാനിത് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ വാഴയിലേനു. പക്ഷേങ്കിൽ ഞാൻ നാട്ടിൽ പോകാനായതുകൊണ്ട് പിന്നെ ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. അന്നേരം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ആ വാഴയിലയിൽ തന്നെ ഇട്ടിട്ട് കഴിക്കാമെന്ന്. ഇനിയിപ്പോൾ അത് പിന്നെ കളയേണ്ടി വരില്ലേ, എന്തായാലും വാഴയില കളയുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ ഇതാ കപ്പ ഞാനൊരു 3 വിസിലാണ് ആക്കിന്. എന്നിട്ട് അതിലുള്ള വെള്ളമെല്ലാം ഊറ്റിയിട്ട് മാറ്റി വെച്ചിന്. ഇനിയിപ്പോൾ കപ്പ ഒന്ന് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ടിന്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ കപ്പ ഇടണം. ഈ പാൽക്കപ്പയിൽ ചെറിയ ഉള്ളിയെല്ലാം ഇടൂലേ, പക്ഷേങ്കിൽ അതൊന്നും എന്താ പറയുക കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമാവില്ല. ഉള്ളി ഇടയ്ക്ക് കടിക്കാനൊന്നും കിട്ടുമ്പോൾ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ചെറിയ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. കപ്പ ഞാൻ 3 വിസിലാക്കിന് നല്ലോണം വെന്ത് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. നോർമൽ അത്ര ഉടയുണ്ടെങ്കിൽ 2 വിസിലാക്കിയാൽ മതി. ചില കപ്പ 1 വിസിലാക്കിയാലെല്ലാം മതി. പക്ഷേ ഞാൻ നല്ലോണം ഉടയാൻ വേണ്ടിയിട്ട് 3 വിസിലാക്കിന്. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്താൽ പാൽക്കപ്പൻ്റെ ഒരു സിമ്പിൾ വേർഷന്, എന്താ പറയുക കുറച്ച് ഐറ്റംസ് കുറഞ്ഞിട്ടുള്ളൊരു വേർഷന് റെഡിയാവും. ഇനിയിപ്പോൾ ഞാൻ ഈ കുറച്ച് ദോശൻ്റെ അരി ഉണ്ടേനും അതും കൂടി ചുടല. ഇത് ചിലപ്പോൾ ഇന്നൂനെ ആലൂനെങ്ങാനും കപ്പ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കിയാണ്. ബീഫ് റോസ്റ്റും ദോശയും നല്ല രസം ഉണ്ടാവില്ലേ. നമുക്ക് പിന്നെ ദോശ ഉച്ചയ്ക്ക് തിന്നാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഏത് സമയം ഏത് ഫുഡും കഴിക്കും. പിന്നെ എൻ്റെ ലാസ്റ്റ് വ്ളോഗില്ലേ നാട്ടിലേക്ക് പോയിട്ട് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വ്ളോഗ്, അത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിന്. നല്ല നല്ല ഫീഡ്ബാക്കെല്ലാം പറഞ്ഞിന്. പിന്നെ കുറച്ച് കമൻസ് കണ്ടിന് കാർ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചിട്ട്. അത് ഇക്കാൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇക്കാൻ്റെ നെഫ്യൂ ആണ് കാർ നമുക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുതന്നെ കേട്ടോ. എൻ്റെ പുരക്കുള്ള ആൾക്കാരോടാണ് പറയാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമുക്ക് വണ്ടി കിട്ടിയ. പിന്നെ ഇല്ലേ ഈ കപ്പ പെർഫെക്റ്റ് പാൽക്കപ്പ റെസിപ്പിയൊന്നും അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽക്കപ്പ റെസിപ്പി ഷാമിസോന്ന് സെർച്ച് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടും. ഇത് ഞാൻ അധികം പാലൊന്നും ഒഴിച്ചിട്ടില്ല, നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലെല്ലാം ഒഴിച്ച് ഉള്ളിയൊന്നും ഇടാണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാക്കിയതാണ്. ഇനി ഈ വ്ളോഗിലെ സ്പെഷ്യൽ പാർട്ട്, ഞാൻ തീരെ വിചാരിക്കാൻ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റാണ് ഇത്. ഇതെനിക്ക് ഷർമിയമ്മായി മാറാണ് തന്നെ. എൻ്റെ ഇക്കാൻ്റെ ബ്രദേഴ്സിൻ്റെ വൈഫ്, രണ്ടാളെ പേരും ഷർമീന. അപ്പോൾ 2 അമ്മായിമാരും കൂടിയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു സ്വിങ്. അവർ റൂമിലേക്ക് വന്നേരം ഞാനങ്ങനെ അന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ലേനു. ഞാൻ കിച്ചണിൽ കോഫി ആക്കുന്ന സമയത്ത് അവർ ഈ സ്വിങ് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരൊരു വീഡിയോ എടുത്തിന്. പക്ഷേ ക്ലിയർ കുറവാണ്, എന്നാലും ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടായതുകൊണ്ട് എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷനെല്ലാം എന്തെല്ലാം ഉള്ളത് അവിടെ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. തിരിഞ്ഞു നോക്ക്. ഞാൻ ആ സംഭവം സൈഡിൽ സത്യം പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ലേനു. അവർ വിചാരിച്ച് ഞാൻ ഫസ്റ്റ് തന്നെ ഹാളിൽ കയറുമ്പം കാണും, സർപ്രൈസ് ആവുന്നില്ല എന്ന് വിചാരിച്ചിന്. പക്ഷെ ഞാനത് സൈഡിൽ കൊണ്ടുവച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുമില്ല ശ്രദ്ധിച്ചിട്ടുമില്ല.
പക്ഷേ ഇതൊരിക്കലും വിചാരിക്കാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. പിന്നെ പിന്നെ അവർ വരുമ്പോൾ ഇല്ലേ ഫുഡെല്ലാം ആക്കി എടുത്തിട്ട് തന്നെയാണ് കേട്ടോ വന്നിന്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിനേനു, ഫുഡൊന്നും നീ ആക്കണ്ട, നമ്മൾ ഉണ്ടാക്കി എടുത്തോളും, 1-2 സ്നാക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിനേനു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ സ്നാക്കെല്ലാം ഞാൻ ചായയും കടിയെല്ലാം എന്താ പറയുക ഉണ്ടാക്കി കൊടുത്തിനേനു കേട്ടോ. പക്ഷെ ഞാനതൊന്നും വ്ളോഗ് എടുത്തിട്ടില്ല, ഞാനങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്പെഷ്യലായതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ നമുക്കൊരു മെമ്മറി ഇല്ല ഒരു വ്ളോഗായിട്ട് ചെയ്താലേ, അങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അവരില്ലേ ഒരമ്മായി മറ്റേ നമ്മളെ കണ്ണപ്പ ഇല്ലേ കണ്ണൂർ ഭാഗത്തെ കണ്ണപ്പവും മറ്റേ അമ്മായി കൽമാസും, ഇത് രണ്ടും ഉണ്ടാക്കിക്കൊണ്ടാന്ന് നമ്മളിതെല്ലാം സെർവ് ചെയ്തിട്ട് പിന്നെ ഇതും കൂടി ഉണ്ടേനു. ഇത് നമ്മൾ ക്യാരറ്റും എല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പായസമാണ്, അല്ലെങ്കിൽ ഒരു ഡെസേർട്ട്, നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടേനെ വന്നിന്. നമ്മളതെല്ലാം ഒന്ന് സെർവ് ചെയ്തിട്ട് വെക്കല. പിന്നെ ശംശി ഇക്ക വരുമ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ടേനു, എന്താ പറയുക പിzzയും കൂടി വാങ്ങിയിട്ടുണ്ടേനെ. അപ്പോൾ അതെല്ലാം കൂടി എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കല. എനിക്കില്ലേ ഇങ്ങനെ വേറെ ആളെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്ന ആദ്യമായിട്ടാണ്. ഇക്ക നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്കെല്ലാം അങ്ങനെ ഞാൻ തീരെ വിചാരിക്കാത്ത സർപ്രൈസ് എല്ലാം തരലുണ്ട്. പക്ഷേങ്കിൽ വേറൊരാൾ അങ്ങ് തരുന്ന ആദ്യമായിട്ടാണ്. ഗിഫ്റ്റെല്ലാം കിട്ടലുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഗിഫ്റ്റ് കിട്ടൂലേ, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു അമ്മൈസ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഒരു സ്വിങ്ങില്ലേ, ഈ ഒരു ഊഞ്ഞാൽ നമ്മൾ വാങ്ങണം എന്ന് ഞാൻ ശംശി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണേ. പക്ഷെ നല്ല റേറ്റ് കണ്ടിട്ട് നമ്മൾ വാങ്ങാണ്ട് വെച്ചതിന് നമ്മൾ പറയും ഓഫർ വരട്ടെ, നമ്മൾ പാനോമിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യൂട്ടാ. എന്നിട്ട് അപ്പോൾ റേറ്റ് ആണെന്ന് വിചാരിക്കും മതി, ഇപ്പോൾ വേണ്ട, ഓഫറെല്ലാം വന്നാൽ വാങ്ങാം, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ കാർട്ടിലിട്ട് വെക്കുന്ന ഐറ്റം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഐറ്റേന് അതിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു ഷോക്കേനു. എന്താ പറയുക, ഞാൻ എപ്പോഴും ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ തോന്നിയാലിരിക്കുമ്പോൾ സ്വന്തമായിട്ടൊന്ന് വേണമെന്ന് വിചാരിക്കലുണ്ടേനു. നല്ല രസമല്ല അതിൻ്റെ മേലെ ഇരിക്കാനും അങ്ങനെയെല്ലാം. പിന്നെ അത് കിട്ടിയതിന് ശേഷം ഞാൻ എഡിറ്റെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ തന്നെയാണ് ഇരുന്നിട്ട് എഡിറ്റെല്ലാം ചെയ്യൽ. ഞാൻ ഇതിപ്പം ഇവർ തന്നിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇത് വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എന്തെല്ലോ തിരക്ക്, നാട്ടിൽ വരുന്ന തിരക്കിലായതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോയതാണ്. പിന്നെ ഇല്ലേ ഇവർ കൊണ്ടുവന്ന കണ്ണപ്പത്തിൻ്റെയും കൽമാസിൻ്റെയും റെസിപ്പി എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് നോമ്പെല്ലാം ആകുമ്പോൾ ഉണ്ടാക്കാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസാണ്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി കണ്ണപ്പം റെസിപ്പി, അങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ എൻ്റെ വീഡിയോ കിട്ടും. കൽമാസും എല്ലാം നോമ്പ് തുറക്കാനുള്ള അടിപൊളിയാണ്, നോമ്പല്ലേ വരാൻ പോകുന്നത്, ഇതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ അമ്മായി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വീറ്റ് ഇല്ലേ, അതിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാ ഞാൻ ഷെയർ ആക്കാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലും വർത്തമാനം പറയലും അതിൻ്റെ ഇടയിലും എൻ്റെ ന്യൂ ഹെയർ കട്ട് കാണിക്കുന്നതാണ് കേട്ടോ അവന്, അത് അങ്ങോട്ട് നോക്കിയിരുന്നതിന്. പിന്നെ അങ്ങനെ ഒരു 1:30-2 മണി വരെ വർത്തമാനമെല്ലാം പറഞ്ഞ് അങ്ങനെ നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവർ പോയിന്. എനിക്കില്ലേ ഞാൻ നാട്ടിൽ കൊണ്ടുപോയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിരുന്നു നമുക്ക് പാക്ക് ചെയ്യുന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. പക്ഷേങ്കിൽ ഞാൻ കൊണ്ടുപോയ എന്തെല്ലാമെന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. കാര്യം ഞാൻ ട്രെൻഡുകളിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം റിവ്യൂ ചെയ്യലുണ്ടല്ലോ, അപ്പോൾ ആ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനത്തിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിന്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് നാട്ടിലെത്തിക്കുക എന്നുള്ളത് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേങ്കിലില്ലേ ഈ എന്താ പറയുക, ഈ ഡിന്നർ സെറ്റെല്ലാം കണ്ട അത് നമുക്കൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല കേട്ടോ. കാര്യം ഇത് പാക്ക് ചെയ്ത് തന്നെ കണ്ട തെർമോക്കോളിൻ്റെ ഉള്ളിൽ നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവർ ഡെലിവറി വന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് തരാം. അപ്പോൾ ഈ സെറ്റിനൊന്നും നമുക്ക് എക്സ്ട്രാ പാക്ക് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. നല്ല സേഫ്, നല്ല ടൈറ്റും എല്ലാം ഉണ്ട്. ഇങ്ങനെ കുലുങ്ങുന്ന സമയത്തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടെല്ലാം പൊട്ടിപ്പോവാം. പിന്നെ നല്ല കട്ടിയുള്ള തെർമോക്കോളല്ലേനു. അപ്പോൾ ഇതൊന്നും ഞാനങ്ങനെ സെപ്പറേറ്റ് പാക്കിംഗ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ബബിൾ റാപ്പൊന്നും യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ വന്നിട്ടാ നാട്ടിലേക്ക് കൊണ്ടുപോയിന്, എല്ലാം പൊട്ടാണ്ട് എത്തുകയും ചെയ്തതിന്. ഇതുണ്ടാവും, ഇത് ഭയങ്കര രസമുള്ളൊരു നല്ല സ്റ്റാൻഡേർഡ് ലുക്കിങ്ങുള്ളൊരു ഡിന്നർ സെറ്റാണ്. ഡിന്നർ സെറ്റാ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാ എന്തായാലും പറയാം. ഇനി സാൾട്ട് ആൻഡ് പെപ്പറിൻ്റെ മറ്റേ ചെറിയ ബോട്ടിലെല്ലാം വരുന്നുണ്ട്. ഇതിങ്ങനെ 4 എണ്ണം വരുന്ന സെറ്റാണ്. ടോട്ടൽ ഇതൊരു 29-30 പീസുണ്ട്. നല്ല രസമില്ല കാണാനിങ്ങനെ ഫ്ലവർ പോലെ ആയിട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ലുക്കിങ്ങാണ്. എനിക്ക് ഈ മറ്റേ സാൾട്ട് ആൻഡ് പെപ്പറിൻ്റെ നല്ല രസമായിന്. ഇതിങ്ങനെ നമ്മളെ ടേബിൾ മേലെ വെച്ചെല്ലാം നല്ല രസമുണ്ടാകും കാണാൻ. ബൗളും എല്ലാം അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. എനിക്ക് തോന്നുന്നു ഒമാനിൽ ഇത് സോൾഡ് ഔട്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, കുറച്ച് ദിവസം മുന്നേ വരെ സോൾഡ് ഔട്ട് ആയിരുന്നു, റീസ്റ്റോക്ക് വന്നതിനൊന്നും അറിയില്ല. പിന്നെ ഇത് ലാവ്നീന്ന് അങ്ങനെ ഞാൻ തോന്നുന്നു ഇനി പറയാം,
പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പാത്രമാണ്. ഇതിനെപ്പോഴും ഭയങ്കര റേറ്റ് കുറവാണ്. ഓഫർ ഇടുന്ന സമയത്ത് ഈ പാത്രത്തിന് എപ്പോഴും ഓഫർ ഉണ്ടാവും. ഇതിൻ്റെ 3 കളറുണ്ട്, ബ്ലാക്കും ഗ്രേയും പിന്നെ ഈ ഒരു കളറ്. അപ്പം ഞാൻ ഈ കളറ് ഓർഡർ ആക്കിയത്. ഇത് ഭയങ്കര റേറ്റ് കുറവാണ്. വേറെ ഏത് ഷോപ്പിൽ ഇത്രയും റേറ്റ് കുറവിനൊന്നും കിട്ടില്ല. അപ്പോൾ എന്നോട് അധികം ആളും ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കും, ഈ പാത്രം നിങ്ങൾ യൂസ് ആക്കിനോ വാങ്ങിനോ? ഞാൻ കുറേ ട്രെൻഡുകൾ റിവ്യൂ ചെയ്യുന്നതല്ലേ, അപ്പോൾ എന്നോട് ചോദിക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് വാങ്ങിയിട്ട് നല്ലതാണോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയായിട്ടാണ് ഇത്. പിന്നെ ട്രെൻഡുകളില്ലേ, എല്ലാ ഗൾഫ് കൺട്രീസിലും പിന്നെ യൂറോപ്യൻ കൺട്രീസിലും അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിലോട്ട് ഡെലിവറി ഇല്ല. പക്ഷേ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ആൾ അങ്ങനെയാണ് ചെയ്യൽ. ഹസ്ബൻഡോ അല്ലെങ്കിൽ ബ്രദറോ ആരെങ്കിലും ഗൾഫ് കൺട്രിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അഡ്രസ്സെല്ലാം കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അവരുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്യുക. അവർ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കൊറിയർ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ആൾ ചെയ്യുന്നുണ്ട്. എന്നോട് ലിങ്കെല്ലാം ചോദിച്ചിട്ട്. ഈ സെറ്റും ഇല്ലേ നല്ല ക്വാളിറ്റി വന്നിട്ടാണ്. ഇതിൻ്റെ അടപ്പ് കണ്ട, ആ ലിഡ് കണ്ട, ലിഡിൻ്റെ സൈഡിൽ റബ്ബറൊന്നും വരാത്തതുകൊണ്ട് ക്ലീനിങ്ങും എല്ലാം ഭയങ്കര ഈസിയാണ്. പക്ഷേ ഇത് വലിയ സൈസൊന്നുമില്ല, വലിയ ബിരിയാണി പോട്ടിൻ്റെ സൈസൊന്നുമല്ല, ഒരു മീഡിയം സൈസാണ്. നെയ്ച്ചോറ്, കറി അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു 4-5 ആൾക്ക് അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ എന്നോട് ഈ പാത്രം നല്ലതാണോ, വാങ്ങട്ടെ, ധൈര്യമായിട്ട് വാങ്ങട്ടെ എന്ന് ചോദിച്ചവരോട് ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കോ. നല്ല ക്വാളിറ്റിയാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നെക്സ്റ്റ് ഇല്ലേ, ഈ ഒരു കോർക്ക്മാസിൻ്റെ ഈ സെറ്റാണ്. ഇത് നേരത്തെ കാണിച്ചതിനേക്കാളും റേറ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷേ കോർക്ക്മാസ് ബ്രാൻഡാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്. നേരത്തെ കാണിച്ചതിനേക്കാളും എല്ലാം ക്വാളിറ്റി കുറച്ച് കൂടിയതാണ്. അങ്ങനെ തന്നെ നല്ല റേറ്റും ഉണ്ട്. ഇത് നോക്കിയ ഭയങ്കര രസമില്ലിൻ്റെ കളർ കാണാൻ. ഇതവരെ വിൻറ്റേജ് കളക്ഷനിൽ വരുന്നതാണ്. നല്ല ഷേപ്പും നല്ല രസവും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ലിഡ് കണ്ട സെയിം ആ പാത്രത്തിൻ്റെ സെയിം മെറ്റീരിയലാണ്. സാധാരണ ഗ്ലാസ് ലിഡെല്ലാം ഉണ്ടാവുക, ഇത് പാത്രത്തിൻ്റെ സെയിം മെറ്റീരിയലാണ്. ഇത് ഇൻഡക്ഷൻ ബേസും അങ്ങനെയെല്ലാം ആണ് കേട്ടോ. എനിക്ക് ലിങ്ക് കൊടുത്താൽ നോക്കിയാൽ മതി, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പാത്രത്തിൻ്റെ സൈസും ഫീച്ചേഴ്സും എല്ലാം കാണിക്കും. പിന്നെ ഇത് കോർക്ക്മാസിൻ്റെ തന്നെ 5 പീസ് ഒരു സെറ്റാണ്. ഇതും അവരെ വിൻറ്റേജ് കളക്ഷനിലുള്ളതാണ്. ഇതിൻ്റെ കളറും അടിപൊളിയല്ലേ, അങ്ങനെ നല്ല റെയർ ആയിട്ടുള്ള ഭയങ്കര അടിപൊളി കളറിലുള്ള കളക്ഷൻ ഉണ്ട് അവരിൽ. ഞാൻ കോർക്ക്മാസിൻ്റെ മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ലിങ്ക് കൊടുക്കാം. ഇതിൻ്റെ ഹാൻഡിലില്ലേ, ഫ്രൈങ് പാൻ്റെ ഹാൻഡിൽ ഇങ്ങനെ മെറ്റൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് പെട്ടെന്നൊന്നും ചൂടാവില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള ആയതുകൊണ്ട്, നല്ല കട്ടിയുള്ളതായതുകൊണ്ട് പെട്ടെന്നൊന്നും ചൂടാവില്ല. നമുക്ക് ഹാൻഡിൽ പിടിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാനെല്ലാം പറ്റും. എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നത് ഇങ്ങനെ മെറ്റൽ ഹാൻഡിൽ വരുമ്പോൾ വേഗം ചൂടാവില്ലേന്ന്. അങ്ങനെ പെട്ടെന്ന് ചൂടാവുന്നതേ അല്ല. ഇതൊരു എന്താ പറയുക, നേരത്തെ കാണിച്ച കോർക്ക്മാസിൻ്റെ വലിയ പോട്ടലുണ്ട്, അത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അതിൽ വേണമെങ്കിൽ ലിങ്കിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇത് മീഡിയം സൈസുള്ള 2 പോട്ടും ഒരു ഫ്രൈങ് പാനും. ഇതിൻ്റെ തന്നെ ഗ്രീൻ കളറും ഉണ്ട് കേട്ടോ. പിന്നെ ഇതില്ലേ, കൂടുതലും ബെസ്റ്റ് സെല്ലിങ്ങിൽ ഉണ്ടാകുന്ന, ഓഫർ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നൊരു സെറ്റാണ്. 3 ഫ്രൈങ് പാനും മാത്രം. ഇതിൻ്റെ ക്വാളിറ്റി ശരിക്കും ഞാനിത് വാങ്ങുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര എന്താ പറയുക, ഒരു ഇതിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഭയങ്കര ക്വാളിറ്റിയുള്ള. ഞാനിങ്ങനെ പറയാൻ കാര്യം, നാട്ടിലെല്ലാം പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എല്ലാം വാങ്ങിക്കൊണ്ട് വയ്ക്കോ. ഇതിൻ്റെ 2 കളർ അവൈലബിളാണ്. ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതും പിന്നെ ഇതും. പിന്നെ ഇല്ലേ, നമ്മൾ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങാണ്ട് ലോ ക്വാളിറ്റിയുള്ള വാങ്ങൂലേ, അന്നേരം പിന്നെയും നമ്മൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിൻ്റെ മറ്റേ കോട്ടിങ്ങെല്ലാം ഇളകിപ്പോലെ. പക്ഷേ ഇതുപോലത്തെ എല്ലാം വാങ്ങിയാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ വലിയതില്ലേ, അത് നല്ല വണ്ണുണ്ട്. പിന്നെ അതിൻ്റെ മീഡിയം, ചെറുതെന്ന് പറയുന്നത് ഭയങ്കര ചെറുതൊന്നുമല്ല. പിന്നെ ഞാൻ ഇത് 2 എന്തിനാണ് വാങ്ങിയെന്നറിയാം. ഒന്നെനിക്ക് ഇവിടെ റൂമിൽ യൂസ് ചെയ്യാനും ഒന്ന് നാട്ടിൽ കൊണ്ടുപോകാനും. ഇത് നമ്മളെ മസാല ദോശ, നെയ് റോസ്റ്റെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അത്രയും വലുപ്പത്തിലുള്ള എന്താ പറയുക തവയാണ് കേട്ടോ. ഇതും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി. ഞാനില്ലേ പിന്നെ എല്ലാം ഞാൻ കാണിക്കുന്നതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല റിവ്യൂ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ വാങ്ങൽ. അപ്പോൾ കുറേ ആൾ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും, ബെസ്റ്റ് ക്വാളിറ്റിയാണ്, അവർ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ പ്രോഡക്റ്റ്സ് നോക്കിയിട്ട് നമ്മളെപ്പോഴും ഓൺലൈനിൽ വാങ്ങാവും. പിന്നെ ഞാനും റിവ്യൂ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞായിട്ട് ഞാൻ റിവ്യൂ ചെയ്യില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊരു ഗ്രിൽ പാനാണ്. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിന്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് മറ്റേ കാസ്റ്റ് അയണിൻ്റെയാണ്, നമുക്ക് ഗ്രില്ലെല്ലാം ചെയ്യാൻ പറ്റിയതാണ്.
പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തിട്ട് കുറേ ആൾ വാങ്ങിയൊരു സെറ്റാണ് നിയോ ഫ്ലെയിമിൻ്റെ ഈ ഒരു സെറ്റ്. നിയോ ഫ്ലെയിമിൻ്റെ കുക്ക് വെയർ ഐഡിയ ഒമാനിൽ കിട്ടാമെന്ന് എന്നോടും കുറേ മുന്നേ എല്ലാം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേ. ഇപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തിട്ട് കുറേ പേര് വാങ്ങിയേ. പിന്നൊരു കാര്യം എന്നോട് ഡൗട്ട് ചോദിക്കുന്നത്, ഞാനിതിപ്പോൾ ഒരു സെറ്റായിട്ട് വാങ്ങിയതാണേ. ഞാൻ വാങ്ങിയത് കുറേ മുന്നേ. അപ്പോൾ ഇപ്പം വരുന്നത് വേറെ വേറെ ഐറ്റംസ് ഉള്ള സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പീസ് സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഈ സെയിം പീസസ് വരുന്ന സെറ്റെല്ലാം ഉള്ള വേറെ വേറെ, ഒന്നുകിൽ 2 പീസ് കുറവായിരിക്കും, അപ്പോൾ റേറ്റും കുറവായിരിക്കും. അങ്ങനെ വേറെ വേറെ ഓരോരോ സെറ്റായിട്ട് അങ്ങനെ വേറെ വേറെ വരിക ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റംസ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ, ഓരോരോ സിംഗിൾ പീസായിട്ടും. ഇതിലിങ്ങനെ ഒരു സ്ക്വയറിലുള്ള ഗ്രിൽ പാൻ ഉണ്ട്, 2 ഫ്രൈയിങ് പാൻ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, നിയോ ഫ്ലെയിമും ബ്രാൻഡ് ഇങ്ങനെ കുക്ക് വെയർ ബ്രാൻഡിൽ അറിയുന്നവർക്ക് മനസ്സിലാവും, ബെസ്റ്റ് ബ്രാൻഡാണ്. ഇതിൻ്റെ ലിഡും എല്ലാം കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നാട്ടിലേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകട്ടെ ചെയ്തതിന്. ഇതിലിങ്ങനെ പോട്ട് വരുന്ന 3 എണ്ണമാണ്. 3ഉം ചെറുതും വലിയ വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസിലുള്ള 3 പോട്ട് വരുന്നുണ്ട്. ഇത് മെയ്ഡ് ഇൻ കൊറിയ ആണ്. പിന്നെ ട്രെൻഡി ഐറ്റംസ് എല്ലാം തുർക്കിയിൽ നിന്നാണ് കേട്ടോ. ഡെലിവറി അധികവും തുർക്കിയിൽ നിന്നാണ് വരിക. പിന്നെ മിക്കവാറും മെയ്ഡ് ഇൻ തുർക്കി ആയിരിക്കും, പക്ഷേ ഈ ഒരു ഇത് വരുന്നത് മെയ്ഡ് ഇൻ കൊറിയ ആണ്. ഇതിൻ്റെ എന്താ പറയുക, ഹാൻഡിലെല്ലാം സെയിം മെറ്റീരിയൽ വെച്ചിട്ട് വരുന്നത് തന്നെയാണ്. അങ്ങനെ ഹാൻഡിൽ ലൂസാവുക അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ ഇതൊന്നും പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല.